അപ്പോൾ നമുക്ക് ഈ കോൺഗ്രൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒരു രണ്ട് പ്ലെയിൻ ഫിഗേഴ്സ് കൺസിഡർ ചെയ്യുക. അതായത് ഒരു പേപ്പറിൽ വരയ്ക്കാൻ പറ്റുന്ന രണ്ട് ഫിഗേഴ്സ്. ഞാൻ ഇവിടെ രണ്ട് റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റത്തെ റെക്റ്റാങ്കിളിൻ്റെ കോപ്പിയാണ് രണ്ടാമത്തെ റെക്റ്റാങ്കിൾ. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ റെക്റ്റാങ്കിൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചതാണ് രണ്ടാമത്തെ റെക്റ്റാങ്കിൾ, സെയിം സൈസിലുള്ള ഫോട്ടോസ്റ്റാറ്റ്. അങ്ങനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ രണ്ട് റെക്റ്റാങ്കിളും എക്സാക്ട്ലി സെയിം ആയിരിക്കും. അതായത് ഇതിൻ്റെ സൈസും ഷേപ്പും ഒക്കെ സെയിം ആയിരിക്കും. അങ്ങനെ എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള രണ്ട് ഫിഗേഴ്സിനെ നമുക്ക് കോൺഗ്രൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ രണ്ട് ഫിഗേഴ്സ് കോൺഗ്രൻ്റ് ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഫിഗറിൻ്റെ മേലെ ഈ രണ്ടാമത്തെ ഫിഗർ വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള ഫിഗർ കാണാൻ പറ്റില്ല. എക്സാക്ട്ലി സെയിം ആയിരിക്കും. അപ്പോൾ രണ്ട് ഫിഗറുകളുടെ ഷേപ്പും സൈസും സെയിം ആണെങ്കിൽ അവ നമുക്ക് കോൺഗ്രൻ്റ് ആണെന്ന് പറയാം. ഈ രണ്ട് ഫിഗേഴ്സ് കോൺഗ്രൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഷേപ്പ് രണ്ടും വ്യത്യസ്തമാണ്. ഒന്ന് സർക്കിളും ഒന്ന് ട്രയാങ്കിളുമാണ്. അപ്പോൾ ഷേപ്പ് സെയിം അല്ല, അതുകൊണ്ട് ഇത് കോൺഗ്രൻ്റ് അല്ല. ഇനി നമുക്ക് ഈ രണ്ട് ഷേപ്പും കോൺഗ്രൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. രണ്ടും ഒരേ ഷേപ്പാണ്, രണ്ടും ട്രയാങ്കിളാണ്. പക്ഷേ രണ്ടിൻ്റെയും സൈസ് ഡിഫറെൻ്റ് ആണ് അല്ലേ. രണ്ടിൻ്റെയും മൂന്ന് ആംഗിളുകളും ചിലപ്പോൾ ഈക്വൽ ആയിരിക്കാം, പക്ഷേ സൈസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കോൺഗ്രൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. എക്സാക്ട്ലി സെയിം ആയിരിക്കണം, ഒരേപോലെ ആവണം. സൈസും ഷേപ്പും എല്ലാം സെയിം ആണെങ്കിലാണ് കോൺഗ്രൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് ഫിഗറും കോൺഗ്രൻ്റ് അല്ല. രണ്ട് ഫിഗേഴ്സ് കോൺഗ്രൻ്റ് ആവണമെങ്കിൽ അവയുടെ ഷേപ്പും സൈസും ഐഡൻറ്റിക്കൽ ആവണം. കോൺഗ്രൻ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എക്സാക്ട്ലി ഈക്വൽ എന്നാണ്. എക്സാക്ട്ലി ഈക്വൽ ആവണം രണ്ട് ഫിഗേഴ്സും, എന്നാലാണ് കോൺഗ്രൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ സിമ്പിൾ ഒരു ഈക്വൽ ടുൻ്റെ മേലെ എസ് തിരിച്ചിട്ട സിമ്പിൾ, ഈ സിമ്പിളാണ്.